ദേവി 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 ദേവി
കുട്ടികൃഷ്ണ, കുട്ടികൃഷ്ണ. ആരുടെ പിണ്ടം വെക്കാനാടാ ഇങ്ങനെ കിടന്നുറങ്ങുന്നേ? വിളിച്ചാലും കേട്ടൂടെ? എന്താ ചേച്ചി, എന്താ പ്രശ്നം? മനസമാധാനത്തോടൊന്ന് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല കുട്ടികൃഷ്ണ. ഓരോരോ ദുസ്വപ്നങ്ങള് പേടിയാവുന്നടാ എനിക്ക്. ദുസ്വപ്നം? മരിച്ചു വെള്ള പതച്ച് കിടത്തിയിരിക്കുന്ന എന്റെ രൂപം ഞാൻ കണ്ടു. തലയ്ക്കൽ എരിയുന്ന നിലവിളക്ക്, ചുറ്റിനും മക്കളും ബന്ധുക്കളും, പുറത്താരൊക്കെയോ ചേർന്ന് ചിതയൊരുക്കുന്ന ശബ്ദം. എന്റെ കാൽക്കൽ വിജയഭാവത്തിൽ ചിരിക്കുന്ന ഒരു കുഞ്ഞ്, ഒരാൺകുഞ്ഞ്. അവന്റെ മുഖം പോലും എനിക്കിപ്പോഴും മുമ്പിലുണ്ട്. പുലർച്ചെ കാണുന്ന സ്വപ്നം ഫലിക്കുമെന്നല്ലേ പണിക്കര് പറഞ്ഞത് വെച്ച് നോക്കുമ്പോ? അല്ല, അങ്ങനെ പോയി എല്ലാം ശരിയാവണമെന്നില്ല. എന്നാലും നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. ഗായത്രിയമ്മേ, നാഴിക വിനാഴിക മനസ്സിലിട്ട് അരിച്ച് ഗണിച്ചാ ഞാൻ ഈ കവടി നിരത്തുന്നത്. സത്യമുള്ള ശാസ്ത്രം ഇത്. അതറിയാവുന്നതിന്റെ മുന്നിൽ കവടി കള്ളം പറയില്ല. പണിക്കരുന്ന് തറപ്പിച്ചു പറഞ്ഞാൽ അത് നടക്കും. അത് നിങ്ങൾക്കും ബോധ്യമുള്ള കാര്യമല്ലേ? അനുഭവം ആദ്യത്തെ അല്ലല്ലോ. തറവാടിന്റെ അനന്തരാവകാശിയായി പിറക്കാൻ പോകുന്നത് ആൺകുഞ്ഞാണെന്ന് അന്ന് ഞാൻ പറഞ്ഞതല്ലേ? അപ്പോ സ്കാനിംഗ് റിപ്പോർട്ടിൽ പെൺകുഞ്ഞാണെന്ന ന്യായം പറഞ്ഞ് നിങ്ങളത് തള്ളി പറഞ്ഞു. ഇപ്പോഴോ യന്ത്രത്തിന് പിഴച്ചാലും പണിക്കർക്ക് പിഴക്കല് ഗായത്രിയമ്മേ. പൊങ്ങച്ചം പറയല്ല, ഒക്കെ പൂർവീകരുടെ തുണ, പിന്നെ ഈശ്വരാധീനവും. മാപ്പാക്കണ പണിക്കരെ, അങ്ങനെ അബദ്ധം ചേച്ചിക്ക് പറ്റിപ്പോയി. മോനും മരുമകളും കൂടെ തറപ്പിച്ചു പറഞ്ഞപ്പോ ചേച്ചി അവരെ കണ്ണു അടച്ചങ്ങ് വിശ്വസിച്ചു. അതാ അബദ്ധമായത്. പണിക്കരുടെ നോട്ടത്തിൽ പരിഹാരങ്ങൾ എന്തെങ്കിലും? പരിഹാരക്രിയ കൊണ്ട് ദോഷത്തിന്റെ ശക്തി കുറയ്ക്കാമെന്നേ ഉള്ളൂ. എന്നാലും ശ്രമിച്ചു നോക്കുന്നത് നല്ലത് തന്നെ. ഞാനൊരു മൃത്യുഞ്ജയ യന്ത്രം തരാം. അത് ധരിക്കുക. ശിവക്ഷേത്രത്തിൽ നിന്നും പൂജ നടത്തുക, ഭജനം പാർക്കുക. ആയുർരക്ഷകനല്ലേ, ഫലമുണ്ടാവും. ജനിച്ച കുട്ടിക്ക് 2.5 വയസ്സ്. അത് കടന്നു കിട്ടിയാ പിന്നെ പേടിക്കണ്ട. പക്ഷെ അത് കടക്കുവോളം ഒന്നും ഉറപ്പിച്ചു പറയാൻ കഴിയില്ല ഗായത്രിയമ്മേ. തറവാട്ടില് കുറച്ചു കാലത്തേക്ക് ഒരു ആൺകുഞ്ഞ് പിറക്കാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞ അതുകൊണ്ടാ. അല്ല പണിക്കരെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, കാലനായിട്ട് പിറന്ന അതിനെ അങ്ങ് അവസാനിപ്പിച്ചാലോ? അതായത് ഹനിച്ചാലോ എന്ന് അല്ലേ? ശിശുഹത്യ മഹാപാപമാണ്. അറിഞ്ഞുകൊണ്ട് അതിന് കൂട്ടു നിൽക്കാൻ എനിക്കാവില്ല. വേണമെങ്കിൽ അതിന് തുല്യമായ മറ്റൊരു വഴിയുണ്ട്. പറഞ്ഞുകൂടാത്തതാ, പക്ഷേ ദേവമംഗലത്തുകാരുമായുള്ള ബന്ധത്തിന്റെ പേരിൽ മാത്രം ഞാൻ പറയാം. കൊല്ലുന്നതിന് തുല്യമാ നാട് കടത്തുന്നത് മനസ്സുകൊണ്ട് ഉപേക്ഷിക്കുന്നത്. അന്ധകനായി ജനിച്ച ഈ കുഞ്ഞിനെ കുടുംബത്തിൽ ആർക്കും ചെന്നെത്താൻ കഴിയാത്ത ദൂരത്തേക്ക് മാറ്റുക, അതായത് ദേശം കടത്തുക എന്നർത്ഥം. പറഞ്ഞു കേട്ടെടുത്തോളം അതത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് തോന്നുന്നു. കുട്ടി മറ്റൊരാളിന്റെ കൈവശമാണല്ലോ. എങ്ങനെയും അവരിൽ നിന്ന് അതിനെ വീണ്ടെടുക്കുക, പിന്നെ കടൽ കടത്താനുള്ള വഴി നോക്കുക. എത്രയും പെട്ടെന്നായാൽ നന്ന്. ശുഭസി ശീക്രം. ഈശ്വരോ രക്ഷതു അമ്മേ ദേവി. എല്ലാത്തിനും പണിക്കർ എന്റെ കൂടെ ഉണ്ടാവണം, എന്നാലേ എനിക്കൊരു ധൈര്യമുള്ളൂ. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ. അപ്പോ വരട്ടെ. ശരി. ആവശ്യമില്ലാത്ത കുരുക്കുകളൊക്കെ വരുത്തി വെച്ചിട്ട് ഒന്നും കണ്ടില്ല കേട്ടില്ലെന്ന മട്ടിൽ ഇങ്ങനെ തെണ്ടിത്തിരിയാനാണോ നിന്റെ ഉദ്ദേശം?
സ്വന്തം കാലിൽ നിൽക്കാനുള്ള തണ്ടും തടിയായപ്പോ അമ്മയെ ധിക്കരിച്ചതിന്റെ ഫലം ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ. എടാ, ചേരേണ്ടതേ ചേരാവൂ. നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും ചേർന്നൊരു ബന്ധം, അത് സ്വന്തം കുടുംബത്തിൽ നിന്ന് ഞാൻ നിനക്ക് വേണ്ടി ആലോചിച്ചതാ. അപ്പൊ നിനക്കത് പിടിച്ചില്ല, പോട്ടെ. വേറെ എത്രയോ നല്ല ആലോചനകൾ വന്നു. അതൊക്കെ നിഷേധിച്ച് കുടുംബിനി എന്ന് പറഞ്ഞ് നീ ഒരുത്തിയ വിവാഹം കഴിച്ചു. എന്നിട്ടിപ്പോ എന്തായി? ആ മോളും തള്ളയും കൂടി ചേർന്ന് നിന്റെ കണ്ണി തന്നെ മണ്ണുവാരിയിട്ടില്ലേ? അമ്മ നിർത്തുന്നുണ്ടോ? വല്ലവർക്കും ജനിച്ച കുഞ്ഞിനെ വളർത്താൻ നിനക്കെന്ത് ഭ്രാന്തുണ്ടോ? അമ്മേ, അതേടാ, നോവൂന്ന് അറിഞ്ഞിട്ട് തന്നെയാ പറഞ്ഞത്. ഈ വീട്ടിലെ രക്തത്തിൽ പിറന്ന കുഞ്ഞ് വല്ലവന്റെ വീട്ടിൽ വളരുന്നത് എനിക്ക് സഹിക്കുന്നില്ല. അവൻ ഇവിടെ വളരേണ്ടവനാ, നിന്റെ ചോരെ പിറന്നവൻ. ദേവമംഗലത്തെ ഗായത്രി ദേവിക്ക് ആദ്യമുണ്ടായ കൊച്ചുമോൻ അവൻ എനിക്ക് വേണം. എനിക്ക് ആഗ്രഹമില്ലെന്നാണോ അമ്മ പറയുന്നത്? പക്ഷെ അയാളത് സമ്മതിച്ചിട്ടുണ്ടേ. സമ്മതിപ്പിക്കണം അവനെ കൊണ്ട്. കാരണം ന്യായം നമ്മുടെ ഭാഗത്താ. നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലായോ? അതിനുവേണ്ടി എത്ര ലക്ഷം ചെലവാക്കേണ്ടി വന്നാലും അതേപ്പറ്റി ഓർത്ത് നീ വിഷമിക്കണ്ട. ഞാൻ തരുവത്. എന്താ വേണ്ടെന്ന് വെച്ചാ നിനക്ക് ചെയ്യാം. പോരെങ്കി ഇനിയും തരാം. പക്ഷേ നിന്റെ മോനെയും കൊണ്ട് ഇങ്ങോട്ട് തിരിച്ചു വരാവൂ. അമ്മയുടെ ആയുസിന്റെ ദോഷത്തെക്കുറിച്ച് ഓർത്ത് ആരും വിഷമിക്കണ്ട. അതിനി കൂടിയാലും കുറഞ്ഞാലും എനിക്ക് സങ്കടമില്ല. പക്ഷേ അമ്മയുടെ ശേഷക്രിയ ചെയ്യേണ്ടത് നിന്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞു തന്നെ ആവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. താക്കോല് ഞാൻ എവിടെയാ വെച്ചത്? ഇവിടെ എവിടെയോ ഞാൻ വെച്ചതാണല്ലോ. ശശിയേട്ടൻ കണ്ടോ? ഇല്ല, അത് അവളുടെ കാണും. എന്റെ ഒരു മറവി. കുളിക്കാൻ കയറിയപ്പോ ഞാൻ തന്നെ പൂട്ടി ഇതിവിടെ വെച്ചത്. ശ്യാമൻ, എന്തിനാ അതിപ്പോ തുറക്കുന്നത്? തുറക്കാതെ പിന്നെ ഈ ഡ്രസ്സൊക്കെ എടുത്തു വെക്കണ്ടേ? അതൊക്കെ പിന്നെ വെക്കാം. പിന്നെ വെക്കാന്നോ? ഈ ശശിയേട്ടൻ എന്താ? അത് തുറക്കരുതെന്ന് പറഞ്ഞില്ലേ? അതെന്താ തുറന്നാല്? എന്താ തുറന്നാലെന്ന്? അതിനുള്ളിൽ ശശിയേട്ടൻ ഒളിപ്പിച്ച പണം ഞാൻ കാണുമെന്ന് പേടിച്ചിട്ടാണോ? ഓ, അപ്പൊ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടായിരുന്നു ഈ നാടകം അല്ലേ? അതെ, എനിക്കറിയണം.
ശശിയേട്ടൻ ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് പറ ശശിയേട്ടാ, ഇതെന്തിനായി കാശ്? അത് എന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയാ. ആവശ്യം? ഞാൻ അറിയാതെ എന്താ ആവശ്യം ശശിയേട്ടന്? അതൊന്നും നിന്നോട് പറയാൻ പറ്റില്ല. ഇതുവരെ അങ്ങനെ ആയിരുന്നില്ലല്ലോ. പരസ്പരം അറിയാത്ത 1 രൂപയുടെ കണക്ക് പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? കാർ എടുത്ത വകയില് ബാങ്കിലെ ലോണും വെൽഫെയർ സൊസൈറ്റിയിലെ ഇൻസ്റ്റാൾമെന്റും എന്റെ ശമ്പളം എന്റെ വീട്ടിൽ കൊടുക്കുന്നതുകൊണ്ട് ശശിയേട്ടന് പലിശ കൊടുക്കേണ്ടി വന്നിട്ടുള്ള തുകയും, ഇതൊക്കെ നമുക്ക് രണ്ടാൾക്കും അറിയാവുന്ന കടങ്ങളല്ലേ? പിന്നെ ഈ കാശിന്റെ കാര്യം മാത്രം ഞാൻ അറിയരുതെന്ന് ശശിയേട്ടൻ എന്താ ഇത്ര നിർബന്ധം? അറിഞ്ഞേ അടങ്ങുമെന്നുള്ള വാശിയാണല്ലേ നിനക്ക്? എന്നാ കേട്ടോ, എന്റെ കുഞ്ഞിനെ വീണ്ടെടുക്കാൻ വേണ്ടി ഞാൻ സംഘടിപ്പിച്ച പണം അത്. ശശിയേട്ടന്റെ കുഞ്ഞോ? അതെ, എന്റെ രക്തത്തിൽ നിനക്ക് പിറന്ന കുഞ്ഞ്. അപ്പൊ അമ്മു ശശിയേട്ടന്റെ ആരുമല്ലേ? അത്ര എളുപ്പം അമ്മുനെ മറക്കാൻ കഴിയോ ശശിയേട്ടന്? ശമയം, അമ്മൂനെ നമ്മൾ ഇത്രയും കാലം നോക്കിയത് സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞാണെന്ന വിശ്വാസത്തിലാ. എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇനി അതിന്റെ ആവശ്യമുണ്ടോ? ഉണ്ട്, ആവശ്യമുണ്ട്. അമ്മു എന്റെ രക്തത്തിന്റെ ഭാഗം തന്നെ. എന്ത് വിട്ടിത്താ നീ പറയുന്നത്? അതെന്താ, ചോരയുടെ കണക്ക് നിങ്ങൾക്ക് മാത്രമേ പറയാവുന്നുണ്ടോ? ശശിയേട്ടാ, ഇപ്പൊ 2 കുഞ്ഞുങ്ങൾ എനിക്ക് അവകാശപ്പെട്ടതാ. 2 പേരുടെ അമ്മയാ ഞാൻ. ഒന്ന് 10 മാസം ചുവന്ന് ഞാൻ നൊന്ത് പ്രസവിച്ചത്, മറ്റൊന്ന് എന്റെ ചോരയിലൂറിയ മുലപ്പാലൂട്ടി ഞാൻ വളർത്തിയത്. ഇതിൽ ആരെയാ ഞാൻ വേണ്ടെന്ന് വെക്കേണ്ടത്? എനിക്കതിന് കഴിയില്ല, ഒരിക്കലും കഴിയില്ല. എനിക്ക് 2 കുഞ്ഞുങ്ങളെ വേണം. മണ്ടത്തരം പറയില്ല നീ. നന്ദനും ഭാര്യ അതിന് സമ്മതിക്കും നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ലെന്നറിയാം. ആ അമ്മയ്ക്കും എന്റെ അവസ്ഥ തന്നെയാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. പക്ഷെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒന്നിനെ നേടാൻ വേണ്ടി മറ്റൊന്നിനെ നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ. അത് മാത്രം ശശിയേട്ടൻ എന്നോട് പറയരുത്. എല്ലാം നിന്റെ അമ്മ കാരണല്ലേ? സമ്മതിച്ചു, എന്റെ അമ്മ തന്നെ എല്ലാത്തിനും കാരണം. പക്ഷെ എന്തിനു വേണ്ടി അവരിത് ചെയ്തെന്ന് ശശിയേട്ടൻ ആലോചിച്ച് നോക്ക്. ആ കുഞ്ഞിനെയും കൊണ്ട് 1 നിമിഷം പോലും സമാധാനമായിട്ട് നമുക്കിവിടെ ജീവിക്കാൻ കഴിയോ? ഇതൊക്കെ അറിഞ്ഞപ്പോ മുതല് ഇവിടുത്തെ അമ്മയുടെ മനസ്സെനിക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ട്. ഈ പണം ശശിയേട്ടന്റെ കയ്യിൽ എങ്ങനെ എത്തിയെന്ന് എനിക്കറിയാം. നമ്മുടെ മോന്റെ ആയുസിന് അമ്മ നിശ്ചയിച്ച വില അതല്ലേ ശശിയേട്ട ആ അലമാരിക്കുള്ളിൽ ഇരിക്കുന്നത്? അറിഞ്ഞോണ്ട് ശശിയേട്ടൻ ഒന്നിനെ കൂട്ടു നിൽക്കരുത്. അവന്റെ രക്ഷയ്ക്ക് വേണ്ടി, ആയുസിന് വേണ്ടി ഞാൻ അവനെ കാണാതിരിക്കാം. സാധിക്കില്ലെങ്കിലും മറക്കാൻ ശ്രമിക്കാം. അവൻ അവിടെ വളർന്നോട്ടെ. കാണണമെന്ന് തോന്നുമ്പോ ആരും അറിയാതെ ദൂരെ എവിടെയെങ്കിലും നിന്ന് അവനെ ഒരു നോക്ക് കാണാനെങ്കിലും കഴിയുമല്ലോ നമുക്ക്. അത് മതി. നമ്മുടേതെന്ന് കരുതി വളർത്താൻ അമ്മ ഉണ്ടല്ലോ നമുക്ക്. പറ്റില്ല. എനിക്ക് എന്റെ കുഞ്ഞിനെ തന്നെ വേണം. ഒരു പോറല് പോലും പറ്റാതെ, മറ്റൊരാൾക്കും വിട്ടുകൊടുക്കാതെ ഞാൻ വളർത്തുവനെ. ചേച്ചി, ചേച്ചിയുടെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു. ദേ മോളിൽ സംഗതി ഒരുവിധം കലങ്ങി തുടങ്ങി. നമ്മുടെ ശശിക്കുട്ടൻ പിടിച്ച പിടിയാലെ നിൽക്കുകയല്ലേ. എന്താ ഉണ്ടായേ? ശശിക്കുട്ടന്റെ പോക്ക് കണ്ടപ്പോഴേ ഞാൻ ഊഹിച്ചതാ. 2-1 തീരുമാനിച്ച മട്ട. വല്ലവനും പറഞ്ഞ കൊച്ചിനെ അവന് വേണ്ടെന്ന് അവൻ അവളോടങ്ങ് തീർത്തു പറഞ്ഞു. എന്നിട്ട് അവളോ? അതല്ലേ കുഴപ്പം. അവക്കിപ്പോ 2 കൊച്ചുങ്ങളെയും വേണം. അമ്മൂനെ കളയാനും വയ്യ, മറ്റേ കൊച്ചിനെ കിട്ടിയേം വേണം. അതെങ്ങനെ ശരിയാവാനാ? അധിക പ്രസംഗി. അവൾക്ക് ഇത് എന്തിന്റെ കേടാ? ഈ വീട്ടിലേക്ക് അവളെ കെട്ടിയെടുത്തപ്പോഴേ എനിക്ക് തോന്നിയതാ എന്റെ നാശം അടുത്തുനിന്ന്. ചേച്ചി പേടിക്കണ്ട, വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. ദേ അവരായിട്ട് തുടങ്ങി വെച്ചിരിക്കുന്ന മുറിവുറുപ്പ് നമ്മളായിട്ടങ്ങ് വളർത്തണം. നമ്മുടെ കുട്ടിയെ കിട്ടിയേ തീരുവെന്ന് ശശിയെ കൊണ്ടങ്ങ് തീർത്ത് പറയിപ്പിക്കണം. അവൾ അതിന് തയ്യാറായില്ലെങ്കിലോ? ബന്ധം ഒടിയണം. ശശികുട്ടൻ അത് അവളോട് പറയണം. അങ്ങനൊരു കാച്ചു കാച്ചിയാൽ അവളല്ല ഏത് പെണ്ണും വീഴും. വെറുതെ ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യമില്ലടാ. അവനെ കൊണ്ട് ബന്ധം ഒഴിപ്പിച്ചെടുക്കണം. അത് തന്നെ എന്റെ തീരുമാനം. അല്ല, അതിപ്പോ ശശികുട്ടൻ അതിന് സമ്മതിക്കോ ചേച്ചി? സമ്മതിച്ചില്ലെങ്കിൽ സമ്മതിപ്പിക്കണം. എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കൂ. ആദ്യം അവളെ അവൻ മറക്കണം. എന്നാലേ പണിക്കര് പറഞ്ഞ പോലെ കാര്യങ്ങൾ നടത്താൻ കഴിയൂ. ഒന്ന് എടുത്തോണ്ട് പോകുന്നുണ്ടോ? ഇതിനെ ശല്യം. കുറെ നേരമായി കിടന്ന് തൊള്ളറക്കുന്നു.
അയ്യോ, കുഞ്ഞിന് വിശന്നിട്ടാവും മോളെ. ദാ ഇത് കൊടുക്ക്. അയ്യോ എന്റെ മോളെ, എന്താ മോളെ, എന്തു പറ്റി? മോക്ക് നല്ല പനിയുണ്ടല്ലോ. ശരിയാണല്ലോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? മോളെ ഒന്ന് നോക്കിയോ? ശരി മോളെ, വാ മോളെ. ശശിയേട്ടാ, ശശിയേട്ടാ പോവല്ലേ. അമ്മൂന് നല്ല പനി, തീ പൊള്ളുന്ന ചൂടാ. അവളെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഇപ്പൊ പറ്റില്ല, അത്യാവശ്യം എനിക്കൊരാളെ കാണാനുണ്ട്. ചേട്ടാ, മോൾക്ക് അത്രയ്ക്ക് വയ്യാഞ്ഞിട്ടാ. പെട്ടെന്ന് കൊണ്ടുപോയില്ലെങ്കിൽ എനിക്ക് പേടിയാവുക. നീ ഒരു ഓട്ടോ പിടിച്ച് കൊണ്ടുവന്ന് നോക്ക്, എനിക്ക് അത്യാവശ്യമുണ്ട്. പ്ലീസ്, പോകുന്ന വഴിക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്തിട്ടെങ്കിലും പോ. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ റെഡിയാവാം. കാറിൽ തന്നെ തിടുക്കപ്പെട്ട് കൊണ്ടുപോകാൻ അതവന്റെ സ്വന്തം കുഞ്ഞുന്നല്ലല്ലോടി. നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ല, നീ കൊണ്ടുപോയിക്കോ. അതല്ല, അതിനുള്ള ശേഷിയില്ലെങ്കിൽ കൊണ്ടുപോയി അതിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും കൊടുക്ക്. അവര് നോക്കിക്കോളൂ അതിനെ. എന്നിട്ട് എന്റെ മോനുണ്ടായ കൊച്ചിനെയും കൊണ്ടുവാ. അപ്പൊ കാറിലല്ല, വിമാനം പിടിച്ച് കൊണ്ടുപോകും അവൻ. ശ്യാമക്കുഞ്ഞെ, ഒന്ന് ഓടി വന്നേ. അയ്യോ, നമ്മുടെ അമ്മുമോള്. എന്താ, എന്ത് പറ്റി? നമ്മുടെ അമ്മുമോള്. അയ്യോ അയ്യോ മോളെ, എന്റെ പൊന്നു മോളെ. മോളെ